നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഇഞ്ചിക്കറിയാണ്. അതിനു വേണ്ടിയിട്ട് ഇഞ്ചി ചെറുതായി അരിഞ്ഞത് 1/2 കപ്പ് എടുത്തിട്ടുണ്ട്. ചുവന്നുള്ളി വട്ടത്തിൽ അരിഞ്ഞത് 1/2 കപ്പ്, തേങ്ങ ചിരകിയത് 1/2 കപ്പ്, ഒരു പച്ചമുളക് വട്ടത്തിൽ അരിഞ്ഞത്, മുളക് പൊടി 1 ടീസ്പൂൺ, ശർക്കര ചീകിയത് 1 ടേബിൾ സ്പൂൺ, വാളൻപുളി 1 നെല്ലിക്ക വലുപ്പത്തിൽ എടുത്തിട്ടുണ്ട്. പിന്നെ കടുക് 1/2 ടീസ്പൂൺ, വറ്റൽമുളക് 2 3 എണ്ണം, കുറച്ച് കറിവേപ്പില, പിന്നെ ഉപ്പ്, വെളിച്ചെണ്ണ, വെള്ളം ആവശ്യത്തിന്. സ്റ്റൗവിൽ ഒരു കടായി വെച്ച് ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് എണ്ണ ഒഴിക്കാം. എണ്ണ ചൂടായിട്ടുണ്ട്. നമുക്കിതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചി ഇടാം. ചുവന്നുള്ളി, പച്ചമുളക്. ഇനി നമുക്കിതിലേക്ക് ചിരകി വെച്ചിരിക്കുന്ന തേങ്ങയും കൂടെ ചേർക്കാം. നമുക്കിതെല്ലാം കൂടെ ചുവക്കെ വറുത്തെടുക്കാം. ഇത് പാകത്തിന് മൂത്തിട്ടുണ്ട്. നമുക്കിനി ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഇതിനി ഒന്ന് തണുക്കണം. അതിനുശേഷം നമുക്ക് പൊടിച്ചെടുക്കാം. ഇഞ്ചി എല്ലാം ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് താളിച്ചിട്ട് കറി ഉണ്ടാക്കാം. ഇഞ്ചി വറുത്തെടുത്ത എണ്ണയിലേക്ക് തന്നെ നമുക്ക് കടുകിടാം. കറിവേപ്പിലയും വറ്റൽമുളകും കൂടെ ഇടാം. നമുക്കിനി ഇതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം മുളക് പൊടി ഇടാം. ഇതിലേക്ക് ഇനി പുളിവെള്ളം ഒഴിക്കാം. എടുത്തു വച്ചിരുന്ന പുളി കുറച്ച് വെള്ളത്തിൽ പിഴിഞ്ഞെടുത്തതാണിത്. 1/2 കപ്പ് വെള്ളം കൂടി ചേർക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാം. ഇനി സ്റ്റൗ ഓണാക്കി ഇതൊന്ന് തിളപ്പിച്ചെടുക്കാം. ഇത് തിളച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പൊടിച്ചു വച്ചിരിക്കുന്ന ഇഞ്ചിയുടെ കൂട്ട് ചേർക്കാം. നമുക്ക് എടുത്തു വച്ചിരിക്കുന്ന ശർക്കര കൂടെ ചേർക്കാം. മധുരം ഇഷ്ടമില്ലാത്തവർക്ക് ചേർക്കാതിരിക്കാം. ഇനി ഇത് മിക്സ് ചെയ്ത് നന്നായി ഒന്ന് തിളപ്പിച്ചെടുക്കാം. ഇഞ്ചിക്കറി റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഫ്ലെയിം ഓഫ് ചെയ്യാം.